പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത്, ഇന്ന് നമുക്ക് സാമ്പാർ, അതായത് വറുത്തരച്ച സാമ്പാർ, അതാണിപ്പോൾ ഇന്ന് ഊണിന്. പിന്നെ പയറ് കായ, അതായത് പച്ചപ്പയറും പച്ചക്കായും അതുകൊണ്ടുള്ള മെഴുക്ക് വരട്ടി, അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഊണിന്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ തേങ്ങ ചിരവിയത്, കറിവേപ്പില, ചെറിയ ഉള്ളി. അപ്പോൾ അത് നമുക്ക് വറക്കാനുള്ളതാണ്. അതായത് ഇന്ന് വറുത്തരച്ച സാമ്പാറാണ്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, ഇത് വറക്കാത്ത മല്ലിപ്പൊടിയാണ്, വറുത്തത് വേറെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അത് ചേർത്തിട്ട് ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വറുത്ത് വെക്കണം. എന്നിട്ട് അത് അരച്ചിവിടെ ആദ്യം എടുത്തു വെക്കണം. പിന്നെ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് മത്തൻ, കുമ്പളങ്ങ, ഉള്ളി, കിഴങ്ങ്, തക്കാളി, ക്യാരറ്റ്, പച്ചക്കായ, കത്രിക്ക, വെണ്ടയ്ക്ക, മുരിങ്ങാക്കായ. പിന്നെ ഇത് മെഴുക്ക് വരട്ടിക്കുള്ളതാണ് പച്ചപ്പയർ, ആ പച്ചക്കായും മെഴുക്ക് വരട്ടിക്കുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. കഷ്ണങ്ങൾ നുറുക്കൽ ആദ്യം അവിടെ തുടങ്ങാം. കുമ്പളങ്ങ പിന്നെ ഒരു കഷ്ണമാണ് അതിലേക്ക് എടുക്കുന്നത്. ഇനിയിപ്പോൾ മത്തൻ, അതും ഒരു കഷ്ണമാണ്. മത്തൻ സാമ്പാറിൽ നല്ല രസമാണ്, അത് ചേർന്നാൽ അതിൻ്റെ ആ ഒരു മധുരം സാമ്പാറിൽ നല്ല രസമാണ്. ഹോട്ടലിലെ സാമ്പാറിലൊക്കെ മത്തൻ ഉണ്ടാവും. പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു വലിയൊരു കിഴങ്ങ് തന്നെയാണ്. പിന്നെ വലിയ ഉള്ളി. ഞങ്ങൾക്ക് 2 ദിവസത്തിനുണ്ടാവും സാമ്പാർ, ഇപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയാൽ. കത്രിക്ക, ഇതൊക്കെ സാധനങ്ങളെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഞാൻ വാങ്ങി വന്നിട്ടുള്ളൂ. ഇത് പച്ചക്കറി കടയിൽ നിന്ന് ഒക്കെ അടക്കം സാമ്പാറിനുള്ളതെല്ലാം ഇപ്പോൾ ഫ്രഷായിട്ട് വാങ്ങിക്കൊണ്ടുവന്നാണ് പച്ചക്കറികളൊക്കെ. നല്ല ഒരു ക്യാരറ്റ്, അപ്പോൾ അത് തൊലി ചുരണ്ടാം. പിന്നെ മുരിങ്ങാക്കായ, കഷ്ണങ്ങൾ, സാമ്പാറിന് കുറേ കഷ്ണങ്ങളുണ്ട്, ഒരുപാട് കഷ്ണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ തോലൊക്കെ ചെത്തി ഈ നുറുക്കലാണ്. അപ്പോൾ അതൊക്കെ കഴുകി ഒക്കെ വെച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ. ഇത് വെണ്ടയ്ക്കയും മുരിങ്ങക്കായും പിന്നെ വേറെ ചേർക്കാനാണ്, അതുകൊണ്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ കുമ്പളങ്ങ ഈ ഒരു പരുവത്തിൽ അങ്ങനെയുണ്ട് നുറുക്കാം. അടുത്തത് മത്തനാണ്, നല്ലൊരു മത്തനാണ്, കണ്ടാൽ മധുരമുള്ള മത്തൻ തന്നെയാണ്, നല്ല മഞ്ഞ കളറുണ്ട്. പിന്നെ ഇനി നമുക്ക് ക്യാരറ്റ് നുറുക്കാം. ഇപ്പം ഇന്ന് ഏതായാലും നമ്മൾ വീട്ടിൽ ഒരു സാമ്പാർ, ഇപ്പോൾ കുറച്ച് ദിവസമായി സാമ്പാർ വെച്ചിട്ട്, അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് സാമ്പാറിന്. പിന്നെ അവിയലിൻ്റെ പോലെ തന്നെ എല്ലാ കഷ്ണങ്ങളും ഉണ്ട്, പച്ചക്കറികളെല്ലാം വേണം. കത്രിക്ക പിന്നെ കുറച്ച് കേടൊക്കെ ഉണ്ടായിരിക്കും ഉള്ളിൽ, ഒരു പുഴുക്കുത്തുണ്ടാവും കത്രിക്ക, അതൊക്കെ മാറ്റി. പിന്നെ കിഴങ്ങ്, ഉള്ളി പിന്നെ ഒന്നാണ് എടുക്കുന്നത്, ഒരു ഉള്ളി, അതും അരിയാം. അടുത്ത് പിന്നെ തക്കാളി. അപ്പോൾ കഷ്ണങ്ങൾ നുറുക്കിയത്. പിന്നെ ഇതേതായാലും കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. അടിയിൽ കുറച്ച് പരിപ്പിട്ടുണ്ട്, വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. അങ്ങനെ പൊടികളൊക്കെ ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് വെള്ളമെല്ലാം പാകത്തിനാവണം. അപ്പോൾ അതും ചേർക്കുകയാണ്. അപ്പോൾ അതവിടെ വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പിന്നെ വെണ്ടയ്ക്ക, ഇത് നമ്മൾ വേവിച്ച് കഴിഞ്ഞ ശേഷം ചേർക്കുള്ളൂ. വെണ്ടയ്ക്ക 2 വിസിൽ കഴിഞ്ഞ ശേഷം ചേർക്കാനുള്ളതാണ്. അതുപോലെ മുരിങ്ങാക്കായി. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞു. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ മുരിങ്ങാക്കായും വെണ്ടയ്ക്കും ചേർക്കുന്നത്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, ആദ്യത്തെ കഷ്ണങ്ങളൊക്കെ. പിന്നെ അമ്മ പുളി പിഴിഞ്ഞു പാരുകയാണ്. നമുക്ക് സാമ്പാർ പൊടിയും കൂടി ചേർക്കാം ഈ സമയത്ത്. അപ്പോൾ സാമ്പാർ ഇനിയിപ്പോൾ ആ ഒരു വെണ്ടയ്ക്കയും മുരിങ്ങക്കായൊക്കെ ഇട്ടിങ്ങി ഇതൊന്ന് വേവട്ടെ. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചത് അതിൽ ചേർക്കായി, അതും ചേർത്തു. ഒന്ന് ഞാൻ കൂടി നോക്കട്ടെ. ഇനി ഇതാ കറിവേപ്പില ഇടാം. അപ്പോൾ ഇനി നമുക്ക് വറുത്തിടാണ് വേണ്ടത്. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളകും വറുത്തിടാം. ഇന്നിപ്പോൾ അത് വേണ്ടാച്ചതാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. നമ്മുടെ പപ്പടം കാച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഏതായാലും പയർ കായ അത് അരിയട്ടെ. അപ്പോൾ ഇനി നമുക്ക് പയർ അത് അരിയാം. നല്ല നാടൻ പയറാണ്. പയറും ഇതുപോലെ കുറേ ദിവസമായി വാങ്ങിയിട്ട്, ഒക്കെ വില കൂടുതൽ ആയത് കാരണമാണ് വാങ്ങാത്തത്. പയർ കണ്ട് നുറുക്കി കഴിഞ്ഞു. ഇനി നമുക്കിതാ പച്ചനേന്ത്രക്കായ അത് ഏണൊക്കെ എന്നാണ്ട് ചെത്തിയെടുക്കാം. അത് പിന്നെ നമുക്ക് 4 കീറാക്കിയിട്ട് അങ്ങനെയാണ്. ഇവിടെയും കൂടി ഒന്നും കീറാം. അത് ഈ ഒരു പരുവത്തിൽ നുറുക്കിയെടുക്കാം നമുക്ക്. അതിൽ 2 പച്ചമുളക് അത് കീറിയിടണം. അപ്പോൾ അതായി. പിന്നെ ഇതാ അടുപ്പത്ത് വെച്ചു നമ്മൾ പയറും കായ അതുപോലെ പച്ചമുളക് അരിഞ്ഞത്. പിന്നെ ഇതാ നമ്മൾ ഉപ്പും ചേർക്കുകയാണ്. ലേശം വെള്ളത്തിൽ നമ്മൾ നന്നാക്കി വേവിച്ച് അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി അതിലിതാ പച്ച വെളിച്ചെണ്ണ, അതായത് നമ്മൾ മെഴുക്ക് അത് തുളിച്ച് മെഴുക്ക് വറ്റിയാണല്ലോ. അപ്പോൾ ഇനി നന്നാക്കിയിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ അതും റെഡിയായി. അപ്പോൾ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ നമ്മളെ സാമ്പാർ, പിന്നെ മെഴുക്ക് വറ്റി, പപ്പടം കാച്ചിയത്, പിന്നെ അന്ന് തൈരുണ്ട്. അത് സാമ്പാർക്ക് തൈര് പ്രധാനം തന്നെയാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഉച്ചയൂണ്. ഒരു വെജിറ്റേറിയൻ ഊണ് തന്നെയാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.